ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, സ്വർണ്ണാഭരണങ്ങൾ, വെള്ളി ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർ, തട്ടാന്മാർ, അവർ അത് തീയിൽ ഉരുക്കി അതിലെ അഴുക്കുകളൊക്കെ കളഞ്ഞ് അതിനെ പാകപ്പെടുത്തി അവരാഗ്രഹിക്കുന്ന വിധത്തിൽ അതിനെ രൂപപ്പെടുത്തുകയാണ്. അവരുടെ മനസ്സിലൊരു ഡിസൈനുണ്ട്, അതുപോലെ അതിലേക്ക് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ സ്വർണമായാലും വെള്ളിയായാലും അതിൻ്റെ രൂപത്തിനൊരു മാറ്റം വരുന്നുണ്ട്. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ രൂപത്തിനും ഭാവത്തിനും നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും ആത്മാവിനും മാറ്റം വരുന്നത് സഹനമെന്ന ഒരു പ്രോസസ്സിലൂടെ നമ്മളെ കടത്തിവിടുമ്പോഴാണ്. യെശയ്യായുടെ പുസ്തകം 48-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, ഞാൻ നിന്നെ ശുദ്ധി ചെയ്തു. എപ്രകാരമാണ് ശുദ്ധീകരിച്ചത്? വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശുദ്ധി ചെയ്തു. പ്രിയമുള്ളവരെ, നമുക്ക് കഷ്ടതകളും സഹനങ്ങളും വരുമ്പോൾ നമ്മൾ ശുദ്ധി ചെയ്യുകയാണ്. നമ്മിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം, അല്ലെങ്കിൽ നമ്മളിൽ അസ്വസ്ഥതകൾ, അശുദ്ധികൾ, നമ്മളിൽ ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ശുദ്ധി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സഹനം. വ്യത്യസ്തമായിട്ടുള്ള സഹനങ്ങളാകണം ഓരോരുത്തർക്കും. ചിലർക്ക് മക്കളെക്കുറിച്ച്, രോഗത്തെക്കുറിച്ച്, സാമ്പത്തിക ബുദ്ധിമുട്ടിനെക്കുറിച്ച് പല സഹനങ്ങളും നമ്മളെ ശുദ്ധി ചെയ്യാനുള്ളതാണ്. നമ്മിൽ കലർന്നിരിക്കുന്ന ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, യോജിക്കാത്ത, ദൈവവുമായി ബന്ധം സ്ഥാപിക്കുവാൻ പ്രയാസമുള്ള ഓരോ മേഖലകളെയും സഹനത്തിലൂടെ നമ്മളെ ശുദ്ധി ചെയ്യുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി എന്ന പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചില സഹനങ്ങൾ കർത്താവിന് വേണ്ടി, കർത്താവിനോട് ഒന്നാകാൻ വേണ്ടിയിട്ടാണ്. ആ വലിയ സത്യം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ സഹനങ്ങളൊക്കെ നമുക്ക് അനുഗ്രഹങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. വിശുദ്ധർ പറഞ്ഞു, ഞങ്ങൾക്ക് സഹനങ്ങൾ താ. അൽഫോൻസാമ്മ ചോദിച്ചു, എനിക്ക് ഇനിയും സഹനങ്ങൾ താ. കൊച്ചു ത്രേസ്യ സഹനങ്ങളെ മുഴുവനും പുഷ്പങ്ങളാക്കി, അനുഗ്രഹങ്ങളാക്കി സ്വർഗത്തിൽ നിന്ന് പാപികൾക്ക് വേണ്ടി മാനസാന്തരത്തിനായി കാഴ്ചവെച്ചു. അങ്ങനെ ഭൂമിയിൽ ജീവിച്ച മൺമറഞ്ഞു പോയ വിശുദ്ധരൊക്കെ ജീവിതകാലത്ത് സഹനങ്ങളെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും അനുഗ്രഹമാക്കുകയും ചെയ്തു. നമ്മുടെ സഹനങ്ങളെ ഓർത്ത് പിറുപിറുക്കാതെ അതെല്ലാം അനുഗ്രഹമായി മാറ്റുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ സഹനത്തെ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷത്തോടെ കാണുവാൻ, ആ സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ, കർത്താവെ, അതിൽ നന്മയുണ്ടെന്ന് തിരിച്ചറിയാനുള്ള വലിയ കൃപ നൽകണമേ എന്ന് താഴ്മയോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വാഴുന്നു, ഭൂമി സന്തോഷിക്കട്ടെ, വിവസമൂഹങ്ങൾ ആനന്ദിക്കട്ടെ. കർത്താവ് വാഴുന്നു, കർത്താവ് വാഴുന്നു, ഭൂമി സന്തോഷിക്കട്ടെ, വിവസമൂഹങ്ങൾ ആനന്ദിക്കട്ടെ. കർത്താവ് വാഴുന്നു, കർത്താവ് വാഴുന്നു. മേഘങ്ങളും കൂരിരുട്ടും അവിടുത്തെ ചുറ്റുമുണ്ട്, നീതിയും ന്യായവും അവിടുത്തെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാണ്. അഗ്നി അവിടുത്തെ മുൻപേ നീങ്ങുന്നു, അത് അവിടുത്തെ വൈരികളെ ദഹിപ്പിക്കുന്നു. അവിടുത്തെ മിന്നൽ പിണരുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.